ഒരു മുൻ എക്സ് മുസ്ലിം തന്റെ ജീവിതം പറയുകയാണെന്ന് പറഞ്ഞിട്ട് അൺമാസ്കിംഗ് എത്തിസത്തിൽ ഒരു വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ 13:54 വരെ ഞാനിപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പം അതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾക്ക് ദൈവത്തെ ആവശ്യം വരും എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ ഞാൻ പ്രതിസന്ധി അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് KMCC എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിം തീവ്രവാദികൾ ഉറഞ്ഞു തുള്ളുകയാണ്. ഞാൻ എവിടെയാണെന്ന് പിടിക്കണമെന്ന് പറഞ്ഞിട്ട് വാട്സാപ്പിലൂടെ മെസ്സേജുകൾ പോവുകയാണ്. കാരണം അതിങ്ങനെ എല്ലാ ആൾക്കാരിലും എത്തിയിട്ടാണ്. അപ്പൊ ഞാൻ അപ്പോഴെ തന്നെ മനസ്സിൽ കണക്കാക്കിയതാണ്, ഓക്കെ, ഇവരിങ്ങനെ വാട്സാപ്പിൽ എന്നെ തിരയാൻ വേണ്ടിയിട്ട് മെസ്സേജ് വിടുമ്പോൾ ഞാനെന്നുള്ള യുക്തിവാദം രണ്ടും അവിടെ മാർക്കറ്റ് ചെയ്യപ്പെടുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ അതിനെനിക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് എനിക്കറിയാം. അതിങ്ങനെ സ്പ്രെഡ് ആവുകയാണ്. സ്പ്രെഡായിട്ട് എന്നെ അറിയുന്ന ആൾക്കാരിലേക്ക് അത് എത്തുന്നു. അത് എത്തി എന്നെ കാണാൻ വേണ്ടി പോലീസ് വന്നു. അതിനു മുന്നേ തന്നെ വാപ്പ വിളിക്കുന്നു, കുടുംബക്കാർ വിളിക്കുന്നു, കസിൻസ് വിളിക്കുന്നു, കാതറെ ഒന്ന് അടങ്ങ് കാതറെ എന്ന് പറയുന്നുണ്ട്. അവരൊക്കെ എന്നോട് സ്നേഹം കൊണ്ട് പറയുകയാണ്. എൻ്റെ മക്കളെ മുന്നിൽ വെച്ചിട്ട് എൻ്റെ പങ്കാളി കരയുകയാണ്. ഇതൊക്കെ ഭയങ്കര പ്രതിസന്ധിയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞു ഞാൻ അകത്ത് പോകുന്നു. അകത്ത് പോയിട്ട് 4.5 മാസം കഴിഞ്ഞിട്ടാണ് എൻ്റെ വിധി വരുന്നത്. വിധി വന്നപ്പോൾ ആദ്യം പറയുന്നത് 3 വർഷമാണ് ശിക്ഷ. അപ്പൊ ഞാൻ ആകെ തകർന്നു പോയ ആ സമയത്ത് 3 വർഷം ശിക്ഷ. അതിനു മുന്നേ ഞാൻ ജീവിതത്തിൽ കെട്ടിപ്പടുത്ത ദുബായ് എന്നുള്ള രാജ്യത്ത്, കാരണം ദുബായിൽ എന്ന രാജ്യത്ത് കണ്ണ് ചിമ്മിയിട്ടാണെങ്കിലും എനിക്ക് ബിസിനസ് ചെയ്യാം, വണ്ടി ഓടിക്കാം, അത് യൂസ്ഡ് ആയ ഒരു രാജ്യമായിരുന്നു. പക്ഷെ അതൊക്കെ തകർന്നു, ബിസിനസ് തകർന്നു, എല്ലാം തകർന്നു. അതിനുശേഷം 3 വർഷം ശിക്ഷ. ഇപ്പൊ ഇസ്ലാമിൽ പറയാറുണ്ട് അള്ളാഹുവിന് എല്ലാം ചെയ്യാൻ കഴിയുന്നു. അങ്ങനെ എൻ്റെ ഉമ്മ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളാണ്. 2010 ഞാൻ ഹജ്ജ് ചെയ്യുന്നത്. അതിന്റെ മെയിൻ ഉദ്ദേശം ഹജർ അൽ അസ്വദിന്റെയും കാബയുടെ കില്ലയുടെയും ഇടയിൽ നിന്നിട്ട് ഉമ്മാന്റെ അസുഖം ഭേദമാക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അത് സ്വീകരിക്കുമെന്ന് അന്നൊരു പൊട്ടനായ ഒരു വിശ്വാസി, ഇവര് പറയുന്നത് പോലെ ദൈവത്തിൽ അർപ്പിച്ച ഒരു വിശ്വാസിയുടെ ആഗ്രഹമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷെ ഉമ്മയുടെ അസുഖം ഭേദമായില്ല. ഹജ്ജ് സമയത്ത് 30 തവാഫ് ഞാൻ ചെയ്തിട്ടുണ്ട്. 30 തവാഫ്. സാധാരണ സമയത്ത് ചെയ്യുന്ന തവാഫ് എളുപ്പമാണ്, കാരണം സർക്കിള് റൗണ്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്, കാരണം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. കാബയുടെ അടുത്ത് റൗണ്ട് ചെയ്താൽ മതി. പക്ഷെ ഹജ്ജ് സമയത്ത് റൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ വലയത്തിന്റെ ഈ വൃത്തത്തിന് ദൈർഘ്യം കൂടും. സാധാരണ കാബയുടെ ചുറ്റും ആൾക്കാരൊന്നും ഇല്ലാതെ ചെറിയ വട്ടം ചുറ്റിയാൽ മതി. പക്ഷെ ആൾക്കാരുണ്ടാവുമ്പോൾ പള്ളിയുടെ പുറത്തൊക്കെ ചിലപ്പോൾ വട്ടം ചുറ്റണം. അങ്ങനെ 30 തവാഫ് ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല തടിയുള്ള ഒരാള് ഹജ്ജിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ വളരെ മെലിഞ്ഞ് തിരിച്ചു വന്നു, കാരണം അത്രയും കഷ്ടപ്പെട്ട് ഉമ്മാന്റെ അസുഖം ഭേദമാക്കാൻ വേണ്ടി. പക്ഷെ ഭേദമായില്ല. അപ്പൊ തന്നെ എനിക്ക് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നീട് എനിക്ക് ഇസ്ലാമിൽ പ്രശ്നം വന്നത് കാരണം അധാർമികത, കുട്ടികളോട്. ഇപ്പൊ നമ്മൾ ഗാസയിലൊക്കെയുള്ള കുട്ടികൾ എന്ത് പിഴച്ചു, ഹോസ്പിറ്റലിൽ ബോംബിടുമ്പോൾ അത് കൊളാട്രൽ ഡാമേജ് എന്ന് പറയുന്നു. അതേപോലെ ഖൈബറിലും ബനു നദീറിലും അത് അറേബ്യൻ ഗോത്രങ്ങളൊക്കെ റെയ്ഡ് ചെയ്ത് അവിടുത്തെ കുട്ടികളെ, സ്ത്രീകളെയൊക്കെ അടിമകളാക്കുന്നതും എനിക്കൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒന്നായിരുന്നു. കാരണം കുട്ടികളും അടിമകളും എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതും ഒരു ദൈവത്തിന് എന്തിനാണ് കൊളാട്രൽ ഡാമേജ്? ദൈവത്തിന് അത് ശക്തി ഉണ്ടെങ്കിൽ തെറ്റ് ചെയ്തവരെ മാത്രം ശിക്ഷിച്ചാൽ പോരെ? ഒരാൾ തെറ്റ് ചെയ്യുമെന്ന് അറിഞ്ഞിട്ട് ദൈവം അയാളെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുന്നത് എന്തിന് എന്നുള്ള ചോദ്യമൊക്കെ വരും. ആലോചിക്കുന്നത് നമ്മൾ ചോദിക്കുന്നില്ല, വളരെ സിമ്പിളായിട്ട് ചോദിക്കുകയാണ്. എന്തിന് ആ കുട്ടികളെ ശിക്ഷിച്ചു നബി? 15 വയസ്സാവാത്ത, മുതക്കല്ലഫല്ലാത്ത, നിഷ്കളങ്കരായ കുട്ടികളെ എന്തിനടിമയാക്കി എന്നുള്ള ചോദ്യം, എന്തിനു കൊന്നു എന്നുള്ള ചോദ്യം എൻ്റെ മനസ്സിലെ ധാർമ്മികതയെ പിടിച്ചുലച്ചു. മാത്രമല്ല ഇസ്ലാം സ്ത്രീകളോട് പെരുമാറുന്നത് വളരെ വിവേചനപരമായിട്ടാണ്. അങ്ങനെ ഇരട്ടത്താപ്പുകൾ റസൂലിന്റെ ജീവിതത്തിലുണ്ട്, സഹാബാക്കളുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ജീവിക്കുന്ന മുസ്ലിം പുരുഷന്മാരിലുണ്ട്, എല്ലാം ഉണ്ട്. ഇരട്ടത്താപ്പ് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. മാനസിക വെല്ലുവിളികളുടെ ഉമ്മ, 65 വയസ്സായിട്ട് ജോലി ചെയ്യുന്ന വാപ്പ, ആകെ മൊത്തം നശിച്ച് നാറാണക്കല്ലെടുത്തിരിക്കുകയാണ്. ഞാൻ ദൈവത്തെ വിളിച്ചോ? ഇല്ലല്ലോ. ദൈവത്തെ വിളിച്ചിട്ട് കാര്യമില്ല, അതെനിക്കറിയാം. കാരണം ഞാൻ ദൈവത്തെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ അന്നൊരു കാര്യം എനിക്കുണ്ടായിട്ടില്ല. അങ്ങനെ 3 വർഷം ശിക്ഷ കിട്ടി. ഇപ്പൊ ഞാൻ കരഞ്ഞാൽ അവിടെയുള്ള മുസ്ലിം ഗുണ്ടകൾ ആശ്വസിക്കും, അവർക്കൊരു ആനന്ദം പകരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ മുകളിൽ ബ്ലാങ്കറ്റ് ഇട്ടിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഒരവസ്ഥയാണ്. എന്തൊരു മനുഷ്യന്മാരാണ്. ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ആളെ അല്ലെങ്കിൽ ഉള്ളു പറഞ്ഞതിന്റെ പേരിൽ നബി കൊള്ളയടിച്ചിട്ടുണ്ട്. ഗനീമത്ത് മുതൽ എന്താണെന്നുള്ളത് അറിയണം. നബി ഒരാൾ അടിമയാക്കുക, ഭോഗിക്കുക എന്ന് പറഞ്ഞ ബലാത്സംഗമാണ്. മിമ്മ അഫ അല്ലാഹു അലൈക്. ഖുർആനിലെ 33:52 CD വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഈ ആയത്ത് നീ ഓതിയതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനാണ്. പ്രോസിക്യൂഷന്റെ മുന്നിൽ ഞാൻ ആയത്ത് ഓതി അർത്ഥം പറഞ്ഞു. അത് ഖുർആനിലുള്ള അർത്ഥമാണ് ഞാൻ പറഞ്ഞത്.
അത് കോടതിയുടെ മുന്നിലും പറഞ്ഞു. രണ്ടാമത് എന്നെ അപ്പീൽ കോർട്ടിൽ കൊണ്ടുപോയി. അപ്പീൽ കോർട്ടിൽ കൊണ്ടുപോയപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ ബുലുഗുൽ മറാം എന്നുള്ള പുസ്തകമുണ്ട് ഹാഫിസ് ഇബ്ന ഹജർ അസ്കലാനിയുടെ, ഈ പുസ്തകത്തിലുള്ളതാണ്, നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് അപ്പീൽ കോർട്ടിൽ 5 ലക്ഷം ഫൈന് കൂട്ടി. 3 വർഷത്തെ തടവ് ജീവിതത്തിന് പുറമെ 5 ലക്ഷം ദിർഹംസ് ഫൈന് എക്സ്ട്രാ കൂട്ടി. എന്നിട്ടും ഞാൻ ദൈവത്തെ വിളിച്ചില്ല. മുംബൈ സെൻട്രൽ ജയിലിനകത്ത് ബിൽഡിംഗ് 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൽ കൊണ്ടിടുന്നത് ജയിലിനകത്തുള്ള പ്രശ്നങ്ങളിൽ ശിക്ഷിക്കാനാണ്. ആൾക്കാരൊക്കെ എന്നെ തല്ലി, അതിന് തെളിവുകളെയും ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട്. ആ ഷർട്ടൊക്കെ എൻ്റെ അടുത്തുണ്ട്. എന്നെ തല്ലി, എൻ്റെ ചോര എടുത്തു. ആ ചോര എടുത്തിട്ട് തല്ലുകൊണ്ട് എന്നെയാണ് കൊണ്ടുപോയിട്ട് ബിൽഡിംഗ് 3 ഇടുന്നത്. ജയിലിനകത്തുള്ള ഏകാന്ത തടവിൽ ഇരുട്ട അറയിൽ ഇടുന്നത്. എന്നിട്ട് ഞാൻ ദൈവത്തെ വിളിച്ചില്ലല്ലോ. വിളിച്ചോ? ഇല്ല. അതിനകത്ത് തന്നെ 2.5 മാസം കിടത്തി. സാധാരണ എത്ര വലിയ അടി നടന്നാലും, ചോര വന്ന് എല്ല് പൊട്ടിയാലും ഒരാഴ്ച കൊണ്ട് അവർ തിരിച്ച് വമ്പൻ അടികൾ, കൂട്ടം കൂടിയിട്ടുള്ള അടികൾ, ഗാങ് ഫൈറ്റാണ് ജയിലിൽ ഏറ്റവും മാരകം. കാരണം 1-2 പേരെ അടിക്കുന്നത് പ്രശ്നമല്ല, പക്ഷെ ഗാങ് ഫൈറ്റ് 10 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും, അത് പ്രത്യേകിച്ചും രാജ്യം എന്നുള്ള രീതിയിൽ ഒന്നിച്ച് ഇന്ത്യക്കാരങ്ങനെ പൊതുവെ അടികൂടാറില്ല. ഇന്ത്യക്കാർക്ക് കൂട്ടം കൂടി അടികൂടാൻ അറിയാറില്ല. പ്രത്യേകിച്ച് അറബികൾ, ആഫ്രിക്കക്കാർ, ഇവരൊക്കെയാണ് ഈ കൂട്ടം കൂടിയിട്ടുള്ള അടികളിൽ കേമന്മാർ. കൂട്ടം കൂടി അടിച്ചിട്ട് മൊത്തം പല്ലൊക്കെ പോയി ഫുള്ള് നാശം ഇതായി കഴിഞ്ഞാലും 2 ആഴ്ച കൊണ്ട് അവർ തിരിച്ച് സാധാ ചേംബറിലൊക്കെ കൊണ്ടുവരും. എന്നെ 2 മാസവും 10 ദിവസവും അതിനകത്ത് കിടത്തി. എന്നിട്ട് ഞാൻ ദൈവത്തെ വിളിച്ചില്ലല്ലോ. പകുതി ശിക്ഷ കഴിഞ്ഞാൽ മോചന ലിസ്റ്റിൽ പേരിട്ടിട്ട് പുറത്തു വിടുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ പതിവാണ്. എല്ലാ രാജ്യങ്ങളുണ്ട്. 6 മാസം കഴിഞ്ഞാൽ, പകുതി ശിക്ഷ കഴിഞ്ഞാൽ വിടണമെന്ന് അന്താരാഷ്ട്ര നിയമം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എൻ്റെ പകുതി ശിക്ഷ കഴിഞ്ഞ് അടുത്ത മോചന ലിസ്റ്റ്, അവിടുത്തെ നാഷണൽ ഡേക്ക് എൻ്റെ പേര് വന്നു. എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവരും ഇറങ്ങിപ്പോയി. അതായത് പേര് നവംബർ 30 വരുന്നത്. ഡിസംബർ 10 തന്നെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന കാസർഗോട്ടുകാരൻ കയറിപ്പോയി. ഞാനതിനകത്ത് തന്നെ. മാർച്ച് 8 നോമ്പിന്റെ റമദാന്റെ ലിസ്റ്റ് വരും. അതിന് തൊട്ട് മുന്നേ എന്നെ കയറ്റി വിട്ടു. 100 ദിവസം എന്നെ എക്സ്ട്രാ ഉള്ളിൽ കിടത്തി. എന്നിട്ട് ഞാൻ കരഞ്ഞില്ല. അപ്പോൾ ഈ മോചന ലിസ്റ്റ് വരുമ്പോഴൊക്കെ ജയിലിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അവിടെ പല കളികളും കളിക്കും. കാരണം എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോകണം എന്നുള്ളൊരു അവസ്ഥയാണ്. പക്ഷെ ഞാൻ മനസ്സൊന്നും തളരാതെ, കാരണം എനിക്ക് യാഥാർത്ഥ്യബോധമുണ്ട്. ദൈവത്തെ വിളിച്ചിട്ടൊന്നും കാര്യമില്ലെന്ന് എനിക്കറിയാം. എന്നെ ഇവർ പീഡിപ്പിക്കും. കാരണം അവരുടെ ഏരിയയാണ്, മുസ്ലിങ്ങളുടെ ഏരിയയാണ്. UP-യിലും കേരളത്തിലൊക്കെ ഹിന്ദുക്കളുടെ ഏരിയയാണ്. അപ്പോൾ ഇവിടെ ഹിന്ദുക്കളുടെ ഗുണ്ടായിസമേ നടക്കുള്ളൂ. വളരെ വിഷമം തോന്നിയ ഒരു കാര്യമുണ്ട്. എന്തോ ഒരു പ്രശ്നത്തിൽ സുഡാനികളും കേട്ട് എന്നെ അടിക്കാൻ വന്നു. ഞാനിപ്പോൾ ജീവിക്കുന്ന വാപ്പൻ്റെ നാട്ടിലാണ്. അപ്പോൾ ഉമ്മാൻ്റെ നാട്ടിലാണ് ഇവൻ ഉള്ളത്. ഒരു പെണ്ണ് കേസിലകത്തായതാണ്. അപ്പോൾ എനിക്ക് ആകെ മലയാളത്തിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി, വേറൊരു മലയാളിയും കൂടി ഉണ്ടായിരുന്നു, തൃശ്ശൂരുകാരൻ. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി. അപ്പം ഇവൻ മാത്രമേ എനിക്ക് മലയാളത്തിൽ സംസാരിക്കാനായിട്ട് ഒരാളുള്ളൂ. അപ്പോൾ അവൻ ഈ കണ്ട അറബികളൊപ്പം കൂടിയിട്ട് ഞാൻ അവനോട് മലയാളത്തിൽ പറഞ്ഞത് അറബികളോട് പറഞ്ഞു കൊടുത്തിട്ട് അവരെന്നെ തല്ലാൻ വരിക. ഞാൻ വിചാരിച്ചു, ഇത് എന്ത് ധാർമ്മികതയാണ്, എന്ത് സാഹോദര്യമാണ്. അറബികളെന്ന് ഇവനെ നാളെ കാണില്ല. ഈ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി നാട്ടിൽ വന്ന് ടൗണിൽ പോയപ്പോൾ അവനെ ഞാൻ കണ്ടിട്ടുണ്ട്. മൈൻഡ് ചെയ്തില്ല. എനിക്ക് അത്രക്ക് വിഷമമുണ്ട് അവൻ എന്നോട് അന്ന് ചെയ്തത്. ഈ മോചന ലിസ്റ്റ് വരാൻ സമയത്ത് കുറെ ആൾക്കാർ അന്ന് വരെ ഈ കട്ടവനും കൊന്നവനും ഒക്കെയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ ദൈവം നീതിമാനാണെങ്കിൽ ഇവന്റെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കും? ഇല്ലല്ലോ. മാനസികമായിട്ട് അത്ര സ്റ്റേബിൾ അല്ലാത്ത ആളുകൾ ഒരുപക്ഷെ പ്രാർത്ഥിച്ചേക്കാം. പക്ഷെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവരൊക്കെ പ്രാർത്ഥിക്കും. ഭയങ്കര പ്രാർത്ഥനയായിരിക്കും മോചന ലിസ്റ്റിൽ പേര് വരണേന്ന്. അപ്പോൾ ആര് പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും സെന്റൻസിന്റെ പകുതി കഴിഞ്ഞാൽ, 3 വർഷത്തെ സെന്റൻസ് ആണെങ്കിൽ, അതായത് 36 മാസത്തെ സെന്റൻസ് ആണെങ്കിൽ 18 മാസം കഴിഞ്ഞാൽ അവന്റെ പേര് ലിസ്റ്റിൽ വരുള്ളൂ. അല്ലാതെ എന്ത് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. ഞാൻ ജയിലിൽ കിടന്ന അത്രയും കാലം കൊണ്ട് എനിക്ക് മനസ്സിലായതും അതാണ്. ആ ടൈം ആയി കഴിഞ്ഞാൽ അവന്റെ പേര് ലിസ്റ്റിൽ വരും, അവൻ ഇറങ്ങിപ്പോകും. ഇവന്മാര് ഭയങ്കര പ്രാർത്ഥനയാണ്. പെട്ടെന്ന് അള്ളാഹു ഈ ലിസ്റ്റിൽ മാറ്റം വരുത്തിയിട്ട് അവർക്കറിയാം, സ്വയം അറിയാൻ പോകില്ല. പക്ഷെ ഈ മുങ്ങിച്ചാവുന്ന ഓലക്കുടിയും പിടിക്കുമെന്ന് പറയുന്നില്ല, അതേപോലെയുള്ള പരിപാടിയായിരിക്കും. അങ്ങനെ അവര് പ്രാർത്ഥിക്കും. ആ സമയത്ത് ഞാൻ ഈ കോമഡികളൊക്കെ നോക്കി നിൽക്കും. ഞാനൊന്ന് നിസ്കരിച്ചിരുന്നെങ്കിലെന്ന് അവർ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. അവസാനം 100 ദിവസം അവരെന്നെ പിടിച്ചതും ഇനിയെങ്കിലും ഇവൻ ഒന്ന് ലെവലായിട്ടുണ്ടാകുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ അവർക്ക് അതിന് സാധിച്ചില്ല. പിന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്, ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് സൗദി അറേബ്യ എന്നൊക്കെയാണ്. അല്ല, ഒരിക്കലും അല്ല. അമേരിക്കയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ സഹായിക്കുന്നത്. അതിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നന്നായിട്ട് പൈസ ഉണ്ടാക്കണം, എന്നാലും നമുക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പണമുണ്ടാക്കുന്നതും നല്ല കാര്യമാണ്. നമ്മൾ പണം ഉണ്ടാക്കുന്നതിലൂടെ ഒരുപാട് പേർക്ക് ജോലി കിട്ടും. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. നല്ല തർക്കമൊന്നുമില്ല. അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് സൗദി അറേബ്യ മുസ്ലിങ്ങളുമല്ല, അത് അമുസ്ലിങ്ങളാണ് എന്നുള്ളത് ഈ ധാർമ്മികത പറയുന്നവർ മനസ്സിലാക്കേണ്ടതാണ്. ഹുദിൽ തോറ്റ മുസ്ലിങ്ങളെ ജയിച്ച മുശ്രിക്കുകൾ അടിമയാക്കിയിട്ടില്ല. മുഹമ്മദ് അറേബ്യ മുഴുവനും നടന്നിട്ട്
ആൾക്കാർ അടിമയാക്കുന്ന പരിപാടിയായിരുന്നു മുഹമ്മദിന്. സാധാ റൗഡിയുടെ ധാർമ്മികതയൊന്നുമല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വിവര വിദ്യാഭ്യാസമുള്ള ഒരു നിയമപാലകരുടെ കയ്യിൽ നിന്നും ഉള്ള ധാർമ്മികതയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ അതിനേക്കാളൊക്കെ മെച്ചപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, സംഘികളെ പോലെ ദിവസം വെറുപ്പ് പ്രചരിപ്പിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. ബട്ട് പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. അതേപോലെ ഫ്രീക്ക് പേരുകളൊക്കെ ഇതാക്കാം. പക്ഷെ നമുക്ക് പ്രതിസന്ധി ഘട്ടങ്ങൾ നമുക്ക് ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ഒരു വിശ്വാസിയായ ഒരാളും ഒരു അവിശ്വാസിയായ ആളും അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്ത ഒരാളും തമ്മിലുള്ള ഒരു അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ലക്ഷ്യബോധമില്ലാത്ത ജീവിതം. എന്താണ് മുസ്ലിങ്ങളുടെ ലക്ഷ്യബോധം? കള്ളും പെണ്ണും ഉള്ള വേശ്യാലയമാണോ മുസ്ലിങ്ങളുടെ സ്വർഗം? അതിനു വേണ്ടിയിട്ടാണ് മുസ്ലിങ്ങൾ ജീവിക്കുന്നത്. സന്തോഷമാണ് ജീവിതം. സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ചാനലിന്റെ പേര് വെച്ചതിന് ജോയ്ഫുൾ. ജോയ് എന്ന് പറഞ്ഞാൽ ഹാപ്പി ആയിട്ട് ജീവിക്കുക, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ, മറ്റുള്ളവരെ വെറുപ്പിക്കാതെ, വളരെ സുന്ദരമായിട്ട് കഴിയുന്നത്ര ടെൻഷൻ കുറച്ച് ജീവിക്കുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം ജീവിക്കുക എന്നുള്ളത് മാത്രമാണ്. മരണത്തിന് ശേഷമുള്ള 7 സ്റ്റാർ വേശ്യാലയം എന്ന അത്യാർത്ഥിക്ക് വേണ്ടി കവായി ബാത്രാബ, തൊടുതൊടുത്ത മുലകൾ ഉള്ള സ്ത്രീകൾ, പാലിന്റെ പുഴകൾ, അതിന്റെ സൈഡിൽ സ്ഫടിക കൊട്ടാരങ്ങളിൽ നിരനിരയായിട്ട് പൂർലിങ്ങളൊപ്പം കള്ളും പെണ്ണും ഒക്കെ കിട്ടുന്ന ബീച്ചാണോ ഇവരുദ്ദേശിക്കുന്നത്? അതാണോ നിങ്ങളുടെ ലക്ഷ്യം? മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുക എന്നുള്ളതാണ് ജീവിത ലക്ഷ്യം. ഇരട്ടത്താപ്പില്ലാതെ ജീവിക്കുക. മുഹമ്മദ് നബിയുടെ അവസ്ഥ നോക്കൂ. മറ്റുള്ളവരോട് പറഞ്ഞു സ്വയംഭോഗം പാടില്ല. മുഹമ്മദ് നബിക്ക് അടിമയാവാം, 12 ഭാര്യമാരുണ്ട്. ഇതൊക്കെ ഖുർആൻ അനുവദിച്ചതാണ്. 33:52, 33:50 ഖുർആനൊക്കെ അനുവദിച്ചതാണ്. അപ്പോൾ ഇസ്ലാമിലെ ധാർമ്മികത ഈ കാലഘട്ടത്തിൽ യോജിച്ചതല്ല. അടിമയാക്കെന്ന് പറഞ്ഞ എന്ത് ധാർമ്മികതയാണ്? ആ ധാർമ്മികത ഇപ്പൊ നടപ്പാക്കാൻ പറ്റുമോ? പിടിച്ചകത്തിടില്ലേ? ഖുർആനിലെ സൂറത്ത് നിസായിലെ 44-23 അധ്യായമാണെന്ന് തോന്നുന്നു. അതിൽ പറയുന്നുണ്ട് ആരൊക്കെ കല്യാണം കഴിക്കാമെന്നുള്ളത്. അപ്പൊ ഇസ്ലാം അല്ലാത്ത നാട്ടിലൊക്കെ ഉമ്മയൊക്കെ കല്യാണം കഴിക്കാറുണ്ടോ? മകളെ കല്യാണം കഴിക്കാറുണ്ടോ? പെങ്ങളെ കല്യാണം കഴിക്കാറുണ്ടോ? ഇല്ലല്ലോ. ആദവിയുടെ കാലഘട്ടത്തിൽ ആങ്ങളെയും പെങ്ങളും കല്യാണം കഴിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥ വരാതെ അള്ളാഹുവിനെ സൃഷ്ടിച്ചുകൂടായിരുന്നു. ഇപ്പൊ കുടുംബം ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇസ്ലാമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, അല്ലെങ്കിൽ അത് മതങ്ങളുടെ സൃഷ്ടിയാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് മനുഷ്യൻ തന്റെ ജീവിത അനുഭവങ്ങളിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് കുടുംബം. പ്രേമം, സെക്സ് എന്നൊക്കെ പറയുമ്പോൾ തമ്മിൽ അടികളും പരസ്പരം പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതില്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒരു മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഇപ്പൊ രാജ്യം പോലെ കുടുംബം എന്നുള്ള സ്ഥാപനം അടിസ്ഥാനപരമായ ഒരു സ്ഥാപനമാണ്. ഇന്നയാളുടെ മുന്നിൽ നമുക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. ആ ഒരു സെക്സ്, പ്രേമം എന്ന് പറഞ്ഞ പല പ്രശ്നങ്ങൾ വരും. അപ്പൊ അതില്ലാത്തൊരു ബന്ധം, പ്യുവർ ലവ് എന്നുള്ള രീതിയിൽ ആയിരിക്കാം മനുഷ്യൻ കുടുംബ ബന്ധങ്ങളെ രൂപപ്പെടുത്തിയിട്ടുണ്ടാവുക. അത് മനുഷ്യന്റെ അവന്റെ ജീവിതാനുഭവങ്ങളിൽ അവൻ ആർജിച്ചെടുത്ത സംഗതിയാണ്. അത് മതങ്ങൾക്ക് ആരാണ് വിട്ടുകൊടുത്തത്? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇസ്ലാം അടിമത്തം നിരോധിക്കാത്തത്? അടിമത്തം പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്തത് ഇസ്ലാം? ഇസ്ലാം ഒരു വിനിമയ സംഗതിയായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതിന് ഇപ്പോൾ അടിമയെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം നടന്നു കഴിഞ്ഞാൽ 10 അരി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അരിയെ മോചിപ്പിക്കുന്നതാണോ? അല്ലല്ലോ. ഓക്കെ, അതിൽ ചെറിയ നന്മകളൊക്കെ ഇസ്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അടിമ വ്യാപാരം ഇസ്ലാം നിർത്തലാക്കിയിട്ടില്ല. മാത്രമല്ല, യുദ്ധം ചെയ്തിട്ട് അടിമകളാക്കുന്ന പരിപാടി ഇസ്ലാം തുടർന്നു. പലരും യുദ്ധത്തിന് പോയിരുന്നത് തന്നെ സുന്ദരികളായ അടിമകളെ കിട്ടുമെന്ന് മോഹിച്ചിട്ടാണെന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. അപ്പൊ അതൊന്നും ഇല്ല എന്ന് പറയാൻ പാടില്ല. ഹദീസ്, കാരണം ഇതും ഒരു റിസ്കി പരിപാടിയാണ്. പോയത് വല്ല തിരിച്ചു വരണമെന്നൊന്നുമില്ല. അപ്പൊ റിസ്ക് എടുക്കുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് കിട്ടണം. അപ്പൊ യുദ്ധ ഗനീമത്ത് മുതൽ ആഗ്രഹിച്ചിട്ട് തന്നെയാണ് യുദ്ധത്തിന് പോയിട്ടുള്ളത്. ഉഹുദ് യുദ്ധത്തിൽ തോൽക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. പിന്തിരിഞ്ഞോടുന്ന ഖുറൈശി സ്ത്രീകളുടെ കാല് കണ്ടപ്പോൾ ഗനീമ ഗനീമ എന്ന് പറഞ്ഞിട്ട് പിന്നാലെ ഓടി എന്നാണ് പറയുന്നത്. അത് സ്ത്രീകൾ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സ്ത്രീകളും ഗനീമത്ത് മുതലാണ് എന്നുള്ളത് ഇഷ്ടം പോലെ ഹദീസുകളിൽ തെളിവാണ്. അപ്പോൾ അങ്ങനെ ഓടിയാൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. ഇപ്പൊ സഫിയ തന്നെ വീതം വെച്ചപ്പോ കിട്ടിയത് ആർക്കാണ്? ദിഹിയക്കാണ്. ദിഹിയയുടെ അടുത്തുനിന്നും 7 അടിമകളെ കൊടുത്തിട്ടാണ് സഫിയ വാങ്ങുന്നത്. അത് വലിയ വേറൊരു വിഷയമാണ്. ഇസ്ലാമിന്റെ ധാർമ്മികത ഇതൊക്കെയാണ്. ഇസ്ലാമിന്റെ ആ ധാർമ്മികത പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാനും എൻ്റെ സുഹൃത്തും ഒരു യാത്ര പോവുകയാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പൊ ഞാൻ ബാങ്ക് കൊടുത്താൽ പള്ളിയിൽ പോകുന്നത് എൻ്റെ സുഹൃത്തിന് വിഷമല്ലേ? അത് ഞങ്ങളുടെ ഇടയിൽ വിഭാഗീയതയല്ലേ? ആ വിഭാഗീയത ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. കാരണം പള്ളിയിൽ പോയിട്ട് യാതൊരു കാര്യമില്ല. ഒരു അനാവശ്യമായ ഒരു വ്യർത്ഥമായ ഒരു ഉപകാരമില്ലാത്ത ഒരു സംഗതിയാണ്. ഇതിൽ തന്നെ ബാസിൽ പറയുന്നുണ്ട്, പ്രവാചകനെ തെറിവിളിക്കുന്നത് മുസ്ലിങ്ങളെ വേദനിപ്പിക്കും എന്നുള്ളത്. എന്തിനാണ് മുസ്ലിങ്ങൾ പ്രവാചകനെ തെറിവിളിക്കുന്നത്, വേദനിക്കുന്നത്? ഒരു അറേബ്യൻ അടിമ പോകിയെ, 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നെന്ന് പറയപ്പെടുന്ന ഒരു അടിമ പോകിയെ അങ്ങനെ വിശേഷിപ്പിച്ചാൽ ഇവരെന്തിനാണ് വിഷമിക്കുന്നത്? ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. അത് സത്യമല്ലേ? അള്ളാഹു അനുവദിച്ചു കൊടുത്താണ്. 33:52 ലാ യഹില്ലു ലക നിസാ മിൻ ബഅദ്
വലാ തബദ്ദല ബിഹിന്ന മിനൽ അസ്വാജി വലോ ആജബക ഹുസ്നുഹുന്ന ഇല്ലാ മാ മലക്കത് യമീനുക. ഇതിന്റെ അർത്ഥം ഇതിന്റെ അർത്ഥമൊക്കെ നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. നമ്മുടെ കൂടെയുള്ള ആളുകളുമായി സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കുക. അപ്പൊ അവൻ മുസ്ലിമാണ്, അല്ല അവൻ മനുഷ്യനാണ്, അവൻ ജീവിയാണെന്നുള്ള രീതിയിൽ പരിഗണന കൊടുത്ത് ജീവിക്കുക, ഹാപ്പിയായിട്ട് ജീവിക്കുക, മറ്റുള്ളവന്റെ സന്തോഷം, ആ സന്തോഷത്തിൽ ആനന്ദം കണ്ടെത്തുക. ഇതൊക്കെയാണ് ധാർമ്മികത. നമ്മുടെ ധാർമ്മികത തീരുമാനിക്കാൻ നിയമസഭകളുണ്ട്, ലോക്സഭകളുണ്ട്. അതിലൂടെയാണ് ധാർമ്മികത തീരുമാനിക്കുന്നത്. ഇസ്ലാമിന്റെ ധാർമ്മികത അനുസരിച്ച് പലസ്തീനിൽ നടക്കുന്നത് തെറ്റല്ല. മുഹമ്മദ് നബി മദീനയിൽ ചെയ്തത്, ബനു നദീറിൽ ചെയ്തത് തന്നെയാണ് പാലസ്തീനിൽ ചെയ്യുന്നത്. ഹുയൈ ഹന്തക് യുദ്ധം പ്ലാൻ ചെയ്തു, നടപ്പിലാക്കി. അതുകൊണ്ട് ബനു ഖുറൈസ, ബനു നദീർ പ്രശ്നമുണ്ടായി, ഖൈബറിൽ പ്രശ്നമുണ്ടായി, ഒക്കെ സമ്മതിക്കുന്നു. അതേപോലെ തന്നെയല്ലേ ഒക്ടോബർ 7 ആക്രമണത്തിന്റെ പ്രത്യാക്രമണം എന്ന രീതിയിൽ അല്ലേ ഗസയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, അവരെ നാടുകടത്തണമെന്ന് പറയുന്നത്. മുഹമ്മദ് നബി മദീനയിൽ ചെന്നിട്ട് അവിടത്തുകാരായ ബനു ഖുറൈസക്കാരെയും ബനു നദീറുകാരെയും നാടുകടത്തിയതുപോലെ ജൂതന്മാരും ചെയ്തു എന്ന് കരുതിയാൽ പോരെ? മുഹമ്മദ് നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന് മുഹമ്മദ് നബി തന്നെ പറയുന്നത് തോറയിലുള്ള നീതിയാണ്, ഇസ്ലാമിന്റെ നീതിയാണ്. തോറയിൽ നിന്ന് പല കാര്യങ്ങൾ ഇസ്ലാമൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ആ നീതിയല്ല ആധുനിക നീതി, അതല്ല ആധുനിക ധാർമ്മികത. അതിനാണ് UN ഉണ്ടാക്കിയിട്ടുള്ളത്, അവിടെ കൂടിയാലോചന സഭകൾ ഉണ്ടാക്കിയിട്ടുള്ളത്, നിയമസഭകൾ ഉണ്ടാക്കിയിട്ടുള്ളത്, ലോക്സഭകൾ ഉണ്ടാക്കിയിട്ടുള്ളത്, സെനറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെയാണ് ആധുനിക ധാർമ്മികത. ഇസ്ലാമിന്റെ ധാർമ്മികത അനുസരിച്ചിട്ട് ഇസ്രായേൽ പലസ്തീനിൽ നടത്തുന്ന ആക്രമണം, പ്രത്യാക്രമണം തെറ്റല്ല. പക്ഷെ എന്റെ ധാർമ്മികത അനുസരിച്ച് തെറ്റാണ്. കുട്ടികളെന്ത് പിഴച്ചു എന്ന് ഞാൻ എപ്പോഴും ചോദിക്കും. ഏതോ 2 പേര് തെറ്റ് ചെയ്തതിന്റെ പേരിൽ മറ്റുള്ള ജനങ്ങളെ ശിക്ഷിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയും. ഗസക്കാർക്ക് പരമാധികാരം കൊടുക്കണമെന്ന് ഞാൻ പറയും. പാലസ്തീന് പരമാധികാരം കൊടുക്കണമെന്ന് ഞാൻ പറയും. ഒരു ജ്യൂസ് സ്റ്റേറ്റ് തെറ്റാണെന്ന് ഞാൻ പറയും. മനുഷ്യരുടെ സ്റ്റേറ്റ് ആണ് വേണ്ടത്, ജനത്തിനാണ് മുൻഗണന വേണ്ടത്, ജനാധിപത്യത്തിനാണ് മുൻഗണന വേണ്ടത്. പക്ഷെ ഇസ്ലാമിൽ അങ്ങനെയുണ്ടോ? ഇല്ല. ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ്, ഇസ്ലാമിക് സാമ്രാജ്യമാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. ഗാന്ധിജി മുഹമ്മദ് അലി ജിന്നയോട് വളരെ വിഷമത്തോടെ കൂടി ചോദിച്ചിരുന്നത്രേ. ഓക്കെ, വിഭജനത്തിന്റെ നൂലാമലകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഗാന്ധിജി ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യ മൊത്തം ഇസ്ലാമായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു വിഭജനം ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് എന്തിനുണ്ടാക്കണം? അള്ളാഹു കെട്ടിയിറക്കിയ നിയമങ്ങൾ, അങ്ങനെ അള്ളാഹു കെട്ടിയിറക്കിയതൊന്നുമല്ല. അത് മുഹമ്മദിന്റെയും അബൂബക്കറിന്റെ ഉമറിന്റെയൊക്കെ തലയിൽ വിരിഞ്ഞ നിയമങ്ങളാണ്. അതൊക്കെ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ ആവശ്യമായിരുന്നിരിക്കാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ട ഒരു സംവിധാനം നമ്മുടെ കയ്യിൽ ഇന്നുണ്ട്. അതിന്റെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതൊക്കെ അനുഭവിച്ചിട്ട് ഇരട്ടത്താപ്പുന്ന രീതിയിൽ എന്തിനാണ് നമ്മൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സല്ലൈത അലി ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം, എന്തിനാണ് നമ്മൾ അറബികൾക്കും മുഹമ്മദിന്റെ ആലിനും ഇബ്രാഹിമിന്റെ ആലിനും നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മളെന്താ 2 തരം പൗരന്മാരാണോ? ഇസ്ലാം അറബ് നാട്ടിൽ ഉണ്ടായ ഒരു പ്രത്യയശാസ്ത്രമാണ്. അതുകൊണ്ട് അറബികൾക്ക് ഒരു മുൻഗണന ഉണ്ട്. ഇസ്ലാമിക ധാർമ്മികതയിൽ കുടുംബ മഹിമയുണ്ട്. ഫിജിയിൽ ജനിച്ച ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ അടുത്തുള്ള അക്കൗണ്ടിൽ 1 ലക്ഷം കൂലി കിട്ടാൻ ഒരുപാട് പൈസ ചെലവുണ്ട്, ഒരുപാട് ദിവസത്തെ അധ്വാനമുണ്ട്. പക്ഷെ മക്കയിൽ ജനിച്ച ആൾക്ക് അധ്വാനമില്ല. ഇത് അനീതിയല്ലേ? അങ്ങനെ എത്രമാത്രം അനീതികളാണ് ഇസ്ലാമിന്റെ പേരിൽ നടമാടുന്നത്. കഅബ ഒരു വിഗ്രഹമാണ്, ഹജ്ജ് ഒരു വിഗ്രഹാരാധനയാണ് എന്നുള്ള കാര്യത്തിൽ, നിസ്കാരം ഒരു വിഗ്രഹാരാധനയാണ്, കിബിലക്ക് മുന്നിടണ്ടേ? ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇസ്ലാമിലുണ്ട്. അതൊക്കെ മനസ്സിലാക്കുക. ഇദ്ദേഹത്തിന് ഇപ്പോൾ ഇസ്ലാം ശരിയായിട്ട് തോന്നിയിട്ടുണ്ടാവാം, അത് നല്ല കാര്യം. പക്ഷെ ഇസ്ലാം മറ്റു മതങ്ങളെ പോലെ കാലഹരണപ്പെട്ട ഒന്നാണ്. ഇക്കാലഘട്ടത്തിലെ മനുഷ്യരുടെ സ്വസ്ഥത കളയുന്ന ഒന്നാണ്. യമനിൽ പ്രശ്നം ഷിയാ സുന്നി. ഈ ഷിയാ സുന്നി എന്നുള്ള പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യും? മുഹമ്മദിനെയും അലിയെയും തൽഹയെയും സുബൈറിനെയും അബൂബക്കറിനെയും ഉമറിനെയൊക്കെ പുനരുജ്ജീവിപ്പിച്ച് കൈ കൊടുക്കാൻ സാധ്യമാണോ? അല്ല. അത് അവർ തമ്മിലടിച്ചു, ആ കാലം കഴിഞ്ഞു. അത് നമ്മൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് മിഡിൽ ഈസ്റ്റിൽ സമാധാനം വരാൻ ഒരു പരിഹാരം അല്ലേ? ആണ്. മിഡിൽ ഈസ്റ്റ് ഇന്നും കത്തുകയാണ്. ഇറാഖിൽ സുസ്ഥിരമായൊരു സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. കാരണം അവിടെ ഷിയാ സുന്നി പ്രശ്നം, വടംവലി. ലെബനാനിൽ പ്രശ്നം ഷിയാ സുന്നി. യമനിലെ പ്രശ്നം, ബഹ്റൈനിലെ പ്രശ്നം. മുസ്ലിങ്ങളെ തന്നെയാണ് കൂടുതൽ കൊന്നിട്ടുള്ളത്. ആ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണും? ഇസ്ലാം ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും നല്ല പരിഹാരമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ശരി.